ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ചൂട്. ഓർക്കിഡ് റീപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്ലൂമിങ്ങിന് ഒരു കാലതാമസം എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മെച്ചോർഡ് പ്ലാന്റ്സ് ആണ്. കണ്ടോ, ഇതുപോലെ മെച്ചോർഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ റൂട്ടൊക്കെ പുറത്ത് വന്ന് ഇതുണ്ടോ, റൂട്ടൊക്കെ പുറത്തായിട്ട് കേൾക്കുന്നുണ്ടോ, ഇതിൻ്റെ റൂട്ടാണ് കേട്ടോ. ഇതൊക്കെ റൂട്ട് പുറത്ത് ഇതുണ്ട്, ഇതൊക്കെ നല്ല ഹെൽത്തി റൂട്ട്സാണ്. അപ്പം നമ്മൾ ഇത് ഈ പോട്ടിൽ നിന്ന് ഇത് പറിച്ചിങ്ങനെ എടുക്കുമ്പോൾ ഇത് ഡ്രൈ ആയി നിൽക്കുന്നത് കണ്ടോ. ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഈ റൂട്ട്സൊക്കെ ഡാമേജ് ആകാനായിട്ട്, നമ്മുടെ റൂട്ട് സോഫ്റ്റാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ എന്തായാലും ഈ റൂട്ടൊക്കെ ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിനെ ഹെൽത്തി ആയിട്ട് നിർത്തുന്നത് അതിൻ്റെ റൂട്ട്സുകളാണ്. റൂട്ട്സിലൂടെയാണ് അത് അതിനാവശ്യമായ വെള്ളവും വളവും എല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പോൾ റൂട്ട്സ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് ഒരു ക്ഷീണം വരാനുള്ള സാധ്യത കൂടുതലാണ്. റീപ്പോർട്ട് ചെയ്തതിന് പ്രത്യേകിച്ച് അതിൻ്റെ റൂട്ടൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ബ്ലൂമിങ് ഉണ്ടാകാനായിട്ട് ഒരു കാലതാമസമൊക്കെ എടുക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. നമ്മൾ റീപ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്ലാന്റ് പോട്ട് സഹിതം ഇതുപോലെ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇറക്കി വെക്കുക. അപ്പോൾ നമ്മുടെ മീഡിയനും റൂട്ടും എല്ലാം ഒന്ന് കുതിർന്ന് കിട്ടും. ഇത് കണ്ടോ, നമുക്ക് നന്നായിട്ട് നമ്മുടെ വേരും വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ, വേരൊക്കെ നന്നായിട്ട് മീഡിയനൊക്കെ നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ അവസ്ഥയിലാണ് നമ്മൾ ഈ പ്ലാന്റ് ഈ പോട്ടിൽ നിന്ന് വലിച്ചെടുക്കേണ്ടത്. ഈ അവസ്ഥയിൽ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ വേരുകൾക്ക് അധികം ഡാമേജ് ഉണ്ടാകില്ല, വേരൊന്നും അങ്ങനെ പൊട്ടിപ്പോവില്ല. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്പോർട്ടിന് ശേഷവും നമ്മുടെ ഈ ഓർക്കിഡ് പ്ലാന്റിന് പെട്ടെന്ന് ബ്ലൂമിങ് ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ അത് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ റൂട്ടൊക്കെ ഡാമേജ് ആവും. അപ്പോൾ നമുക്ക് അടുത്ത ബ്ലൂമിങ് ഉണ്ടാകാനായിട്ട്, ഫ്ലവർ വന്ന് കിട്ടാനും വേരൊക്കെ പിടിക്കാനൊക്കെ ഒരു കാലതാമസം എടുക്കും. ആ കാലതാമസം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ കുതിർത്ത് വെച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത വീഡിയോയിലും ഇതുപോലുള്ള ടിപ്പായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.